ജി സുധാകരൻ എം.എൽ.എയും CPM പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ വെച്ചാണ് തർക്കമുണ്ടായത്. സ്കൂളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തുന്നു എന്നുള്ള ആരോപണം അന്വേഷിക്കാനായി എത്തിയതായിരുന്നു എം.എൽ.എ. അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട, പാർട്ടിയിൽ നിന്ന് നേടി. സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്, സാറേന്നാ വിളിപ്പിച്ചിരുന്നത്. വിളിച്ചതല്ല, വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. അതൊക്കെയായിരുന്നു. ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതാണ് ജനങ്ങൾ പാർട്ടി അംഗീകരിക്കും. അംഗീകരിക്കും, ജനങ്ങൾ അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ ജനങ്ങൾ അപ്പൊ പാർട്ടി എല്ലാവർക്കും അംഗീകരിച്ചല്ലേ പറഞ്ഞു. അതെ അതെ, 22,000 പരാജയിക്കണ്ട്. കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. അത് ആരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞില്ല. ഞങ്ങൾക്ക് നേരിട്ടാ വന്നത്. അതാണ് കണ്ട, അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന്. എല്ലാ തവണയും ജയിച്ചല്ലേ MLA മന്ത്രി ആയത്. അതല്ല, എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത്. അതാണ് കറക്റ്റ്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ പ്രസ്ഥാനം തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊക്കെ വന്നത് ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയം പറയും, പറയേണ്ട രാഷ്ട്രീയം പറയുന്നത്, പറയേണ്ടത് രാഷ്ട്രീയം പറയുന്നത്. പറയേണ്ടത് രാഷ്ട്രീയം പറയുന്നത്. ചുമ്മാ വന്നിരുന്ന് സ്കൂളിൽ തന്നെ വന്നിരുന്ന് അല്ലേ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. നാളെ വേണ്ട ആർക്കാണെന്ന് നോക്കട്ടെ. നാളെ MLA-ക്കാ വേണ്ടത്. ഞാനും ജനപ്രതിനിധിയാണെന്ന്. MLA ഞാനൊരു ജനപ്രതിനിധിയാ. ഞങ്ങളും ജനപ്രതിനിധിയാണ് വന്നിരിക്കുന്നത്. എന്താ വോട്ടിന്റെ ഭൂരിപക്ഷം കൂടിയാൽ വലിയ രാജാവായി പോകും. വോട്ടിന്റെ ഭൂരിപക്ഷം കൂടിയാൽ രാജാവായി പോകുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി 1,80,000 1,80,000 അല്ല 1,80,000 വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. രാജാവാണ്. അതായത് പുള്ളി മുഖ്യമന്ത്രിയായ. ക്യാമറ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആരോപണം ഉന്നയിക്കാനുണ്ട്. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഒന്ന് കാണണം. പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് പൊളിച്ചതെന്നാണ് കിട്ടിയ വരും. പഞ്ചായത്തിന് പൊളിക്കാൻ അധികാരമില്ല. പഞ്ചായത്തിന് പൊളിക്കാം. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, ഡയറക്ടർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇവർ ഓർഡർ ഇടും. ഇവർക്ക് അവിടെ അപേക്ഷ കൊടുത്ത് ഓർഡർ ഇട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ ഓർഡർ ആ ഓർഡർ വേണ്ടേ ഇവിടുത്തെ. പക്ഷെ അവിടുത്തെ ഇല്ല. ഇത് ഞാൻ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ പഞ്ചായത്ത് കമ്മിറ്റിക്കാർ കുറേ പേര് വന്നിട്ട് അവരൊന്ന് 2 പേര് വലിയ മകളാണ്. അവരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഈ സ്കൂളിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ പുറത്തു നിന്നുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് മണ്ണൊന്നും പുറത്ത് മണ്ണ് പോയിട്ടില്ല. അങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകാണെങ്കിൽ വലിയ കുഴികളുണ്ടാവും. അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കാര്യം, അവിടെ ഫൗണ്ടേഷൻ ഒന്നും ഇല്ല. ടൈല് മാത്രം നിരത്തിയിരുന്ന സ്ഥലമാണ്. ആ ടൈൽ ഇളക്കിയെടുത്തതാണ് അത് കാണുന്നത്. അല്ലാതെ ഒരു വണ്ടി മണ്ണ് പോലും ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഇത് ഓരോ ഘട്ടമായി ഈ ഓരോ വിഷ്വൽസും കാണുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടി വരും തോന്നുന്നു. ആദ്യം നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ജി സുധാകരനോട് സാറേ നല്ല ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് പാർട്ടിയെ വഞ്ചിച്ച് പോയില്ലേ എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അയാളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുന്നു. പിന്നീട് ഇത് ഏത് ഘട്ടത്തിലാണ്? പിന്നെ കാണുന്ന ഉന്തും തള്ളിൻ്റെ ദൃശ്യങ്ങളാണ്. ഉന്തും തള്ളിലേക്ക് എത്തുന്ന ഏത് ഘട്ടത്തിലേക്കാണ്? അത് ജി സുധാകരനൊപ്പം വന്നിട്ടുള്ള ആളുമായിട്ട്, അനുകൂലിക്കുന്ന ആളുമായിട്ടാണോ ഈ ഉന്തും തള്ളും ഉണ്ടാകുന്നത്? ഈ സ്കൂളിൽ ഉണ്ടായിരുന്ന അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു? അവിടെ സ്കൂളിൽ വന്നിട്ട് ഈ തരത്തിലുള്ള പോർവിളിയും അല്ലെങ്കിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നത് ആലപ്പുഴയിലെ സ്കൂളിൽ, നീർക്കുന്നം സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജി സുധാകരൻ അവിടെ മണ്ണ് കടത്തുന്നു അനധികൃതമായി സ്കൂളിൽ നിന്നും എന്നുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നു. അവിടെ അന്വേഷിക്കാനായി MLA എത്തിയതിന് ശേഷം കണ്ട കാഴ്ചകളാണ് ഇതൊക്കെയും. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഞാൻ ചോദിച്ചത് മാത്രം, അതായത് ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും ഓരോന്നോരോന്നായി ചോദിക്കേണ്ടുന്ന ദൃശ്യങ്ങളാണ്. അതായത് ആദ്യഘട്ടത്തിൽ
നമ്മൾ കാണുന്നത് ജി സുധാകരനോട് വഞ്ചിച്ചു പോയില്ലേ എന്ന തരത്തിൽ പറയുന്ന CPM അനുകൂലിയായിരിക്കണം സ്വാഭാവികമായിട്ടും. ആ തരത്തിൽ പറയുന്ന ഒരാളാണ് സാറേ എന്നല്ല ഞങ്ങൾ വിളിച്ചതെന്നൊക്കെ പറയുന്നു. പിന്നീട് പക്ഷേ കാണുന്ന ഒരു ഉന്തും തള്ളിൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ്. ഇങ്ങനെ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? സ്കൂളിലെ ഈ മണ്ണ് കൊണ്ട് കടത്തുന്നു എന്നുള്ള അടിസ്ഥാന പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരമായോ അവിടെ? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ സ്കൂളിൻ്റെ മുറ്റത്ത് വെള്ളക്കെട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നു. ആ നിർമ്മാണത്തിൻ്റെ മറവിൽ സ്കൂളിൽ നിന്ന് മണൽ നീക്കം ചെയ്തതാണ് അവിടെ വെള്ളക്കെട്ടിൻ്റെ കാരണമെന്ന് സ്ഥലം MLA ആയ ജി സുധാകരൻ രക്ഷകർത്താവ് പരാതി നൽകി. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. എത്തിയപ്പോൾ അവിടെ ആ പഞ്ചായത്ത് അംഗങ്ങളായ CPM അംഗങ്ങളുമൊക്കെ ഈ ഇദ്ദേഹം വരുന്നറിഞ്ഞ് അവിടെ എത്തി. അതിനെ തുടർന്ന് ഇരു കൂട്ടരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ജി സുധാകരൻ ജില്ലയിലെ തന്നെ CPMൻ്റെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പാർട്ടി വിട്ടത്. അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം അദ്ദേഹവും CPMും തമ്മിലുള്ള വാക്തർക്കമെന്ന് പറയുന്നത് MV ഗോവിന്ദൻ അദ്ദേഹത്തിനെതിരെ പ്രസ്താവന നടത്തി. അതിന് മറുപടിയായി അതിരൂക്ഷമായ ഭാഷയിൽ MV ഗോവിന്ദൻ ഈ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചിട്ട് മാത്രമേ ഇറങ്ങിപ്പോകത്തുള്ളൂ, അതുകൊണ്ട് അയാൾ രാജിവെക്കണം എന്ന് ജി സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ CPM ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് ജി സുധാകരനെതിരെ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയപരമായ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ജി സുധാകരൻ അവിടെ എത്തുകയും CPMൻ്റെ പ്രാദേശിക നേതാക്കളുമായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള തർക്കമുണ്ടാകുകയും ചെയ്തു. അതായത് അവരുടെ വാദം, അല്ലെങ്കിൽ ജി സുധാകരനെതിരെ നിൽക്കുന്ന ആളുകളുടെ വാദം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് മണൽ നീക്കം ചെയ്തിട്ടില്ല, അവിടെ പഞ്ചായത്തിൻ്റെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും ഒക്കെ അനുമതി വാങ്ങിയിട്ടാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം. ആ സംസാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വാക്കുതർക്കത്തിലേക്ക് എത്തിയത്. പിന്നീട് പോലീസ് എത്തിയാണ് ഇരുഭാഗത്തെയും ശാന്തരാക്കി മടക്കി അയച്ചത്. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകുന്നത്.